നമസ്കാരം. മറ്റൊരു മനോഹരമായ വീടിന്റെ ഹോം ടൂർ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത്. നമ്മുടെ ഈ വീട് വന്നിട്ട് മലപ്പുറം ജില്ലയിലെ തിരൂര് നിറമരത്തൂർ പഞ്ചായത്തിലുള്ള ഉസ്മാൻ റാഫി അമീറ ദമ്പതികളുടെ വീടാണ്. ഇരു നിലയിലായി 3 ബെഡ്റൂമോട് കൂടി വരുന്ന ഈ മനോഹരമായ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയേണ്ടത് നിങ്ങൾക്ക് അതിനു മുന്നായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ. ഏതൊരു സാധാരണക്കാരനും ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഒത്തിരി ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്ത് നമ്മുടെ ഈ വീട് വന്നിട്ട് ഏകദേശം 1600 സ്ക്വയർ ഫീറ്റ് ആണ് കേട്ടോ വരുന്നത്. വീടിന്റെ എക്സ്റ്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ അതിമനോഹരമായിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. വൈറ്റ് മെറൂണ് ഒരു ഡാർക്ക് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് വീട് മൊത്തത്തിൽ പെയിന്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. ഇനി ദേ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ കാർപോച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ ദേ 2 വശത്തുള്ള പില്ലേഴ്സിലും മെറൂൺ ഷെയ്ഡിൽ ടെക്സ്ചർ പെയിന്റ് കൊടുത്ത് എക്സ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ദേ ആ ഒരു ഭാഗത്ത് മുകളിലായിട്ട് നോക്കുകയാണെങ്കിലും ഇതുപോലെ ദേ മെറൂൺ ഷെയ്ഡ് തന്നെയാണ് ഷോവാള് വരുന്നത്. അവിടെ ദേ ഒരു പരഗോള ഡിസൈനും കൂടാതെ ദേ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടാ. ഇനിയിപ്പോ നമ്മുടെ സിറ്റ് ഔട്ടിന്റെയും കാർപോച്ചിന്റെയും നടുക്ക് വരുന്ന ആ ഒരു ഭാഗം ദേ ഇതുപോലെ ഒത്തിരി ഭംഗിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഒരു റെയിലിംഗ് ഡിസൈൻ ആണ് വരുന്നത്. ആ ഒരു ഭാഗത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഉള്ളിൽ കയറി നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അതായത് നമ്മുടെ ഡൈനിങ്ങിൽ നിന്ന് വ്യൂ കിട്ടുന്ന രീതിക്കാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ കൊണ്ടുവന്നിട്ടുള്ളത്. അവിടെ ആയിട്ട് ദേ ഹെൽത്തി പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ദേ സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ എക്സ്റ്റീരിയറിനെ ഒത്തിരി ഭംഗിയാക്കുന്ന തരത്തിൽ ഓപ്പൺ സിറ്റ് ഔട്ട് കൺസെപ്റ്റ് ആണ് കേട്ടോ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മുടെ സിറ്റ് ഔട്ടിലെ വിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ സിറ്റ് ഔട്ടിലേക്ക് കയറാനായിട്ട് ഫ്രണ്ടിൽ ഇതേ വലിയൊരു സ്റ്റെപ്പും അതിനോട് ചേർന്ന് ഒരു കുഞ്ഞു സ്റ്റെപ്പും വരുന്നുണ്ട്. ഇവിടെ അതാ നല്ല അടിപൊളിയായിട്ട് തന്നെ ഗാർഡൻ ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. 330-180 സൈസിലാണ് കേട്ടോ നമ്മുടെ സിറ്റ് ഔട്ട് വരുന്നത്. ഇവിടെ ദേ ഫ്ലോറിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ മാർബിൾ തന്നെയാണ് കേട്ടോ വരുന്നത്. ഇനിയിപ്പോൾ ദേ നമ്മുടെ സിറ്റ് ഔട്ടിൽ ഇരിക്കാനായിട്ട് ഒരു വുഡിന്റെ ചെയർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ ദേ ആ ബാക്ക് വോളിലായിട്ട് തന്നെ ഒരു ഡബിൾ ഡോർ വിൻഡോയും വരുന്നുണ്ട്. ഇനി നമ്മളിതേ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു പില്ലർ കൊടുത്തിട്ട് ഒരു സിറ്റിംഗ് ഏരിയ ചെയ്തിട്ടുണ്ട്. പില്ലേഴ്സിലായിട്ടും ആ ഒരു ടെക്സ്ചർ പെയിന്റ് ഡിസൈൻ ആണ് കേട്ടോ വരുന്നത്. കൂടാതെ ദേ ഇവിടെ ആ ഒരു സിറ്റിംഗ് ഏരിയയിൽ ബേസിലായിട്ട് ഗ്രാനൈറ്റ് ആണ്. താഴെ ആയിട്ട് ഇതുപോലെ ഷൂറാക്കും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതേ നമ്മുടെ മെയിൻ ഡോർ ആണ് കേട്ടോ നോക്കാൻ പോകുന്നത്. ഡോർ വന്നിട്ട് സിമ്പിൾ ഡിസൈനിൽ വരുന്ന വുഡിന്റെ ഡബിൾ ഡോർ ആണ്. സ്റ്റീലിന്റെ 2 ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് ഇതുപോലെ അറബിക് കാലിഗ്രഫി ഫ്രെയിമും ബോൾ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ അകത്തെ വിശേഷങ്ങളൊക്കെ നോക്കല്ലേ. ഡോർ തുറന്ന് അകത്തേക്ക് കയറി വരുമ്പോഴേ 330-280 സൈസിൽ വരുന്ന ഒരു മനോഹരമായ ലിവിംഗ് ഏരിയയിലേക്കാണ് കേട്ടോ നമ്മൾ എത്തുന്നത്. ഇവിടെ നമുക്ക് ഇരിക്കാനായിട്ട് ഇതുപോലെ 2 സോഫ സീറ്റേഴ്സ് ആണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു ബേജ് ആൻഡ് വുഡൻ തീമിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാനായിട്ട്. നടുക്കായിട്ട് തന്നെ ഇതുപോലെ ഒരു ടീ ടേബിളും വരുന്നുണ്ട്. ഈ ഒരു ഭാഗമാണ് കേട്ടോ നമ്മുടെ ലിവിംഗ് ഏരിയയിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആ ഒരു ഭാഗത്ത് UPVC സ്ലൈഡിംഗ് ഡോർ കൊടുത്തിട്ടുണ്ട്. അത് തുറന്നു കഴിഞ്ഞാൽ അവിടെ അതേ നല്ല കുഞ്ഞു പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ അതേ സേഫ്റ്റിക്ക് വേണ്ടി ഇതുപോലെ GI റെയിലിംഗും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ വിൻഡോസിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ പ്ലീറ്റഡ് കർട്ടൻസ് അതും വൈറ്റ് കളറിൽ ഇതുപോലെ ഷേപ്പിലൊക്കെ വെച്ചപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മുടെ മെയിൻ ഹാള് വരുന്നത്. അവിടെ എൻട്രൻസിൽ ഒരു വശത്തായിട്ട് തന്നെ നല്ല ഭംഗിയിൽ ഒരു കുഞ്ഞു പാർട്ടീഷൻ വോള് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി അത് നമ്മുടെ വാഷ് ഏരിയനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് കൊടുത്ത പാർട്ടീഷൻ വോളാണ് കേട്ടോ. 270-480 സൈസിൽ വരുന്ന നമ്മുടെ ഈ ഹാളിൽ ഈ ഒരു ഭാഗത്തായിട്ട് വാഷ് ഏരിയ വരുന്നുണ്ട്. നേരെ കാണുന്ന ഭാഗത്തായിട്ട് സിമ്പിൾ ആയിട്ട് ഒരു TV യൂണിറ്റും ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഡൈനിങ്ങും സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ TV യൂണിറ്റ് നോക്കുകയാണെങ്കിൽ ഇതുപോലെ സിമ്പിൾ ആയിട്ട് ഒരു ഡ്രോയർ കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. വൈറ്റ് ആൻഡ് വുഡ് തീമിൽ ബട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാന്. മുകളിലായിട്ട് തന്നെ ഇതുപോലെ ഒരു ക്ലോക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്ത് വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സിംഗിൾ പരഗോള ഗ്ലാസ് ഡിസൈൻ വരുന്നുണ്ട്. അതിനുള്ളിലായിട്ട് ഒരു അക്വേറിയം കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്.
ഇനിയിപ്പോ നമ്മളിതേ നമ്മുടെ ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ 6 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ വളരെ ഒതുങ്ങിയ രീതിയിൽ നല്ല ഭംഗിയിൽ വരുന്ന ഒരു ടേബിൾ ആണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ചെയേഴ്സും ആണ്. ഈ ഒരു ഭാഗത്ത് ദേ ഇവിടെ ആയിട്ട് നോക്കുകയാണെങ്കിലും ഇതുപോലെ സ്ലൈഡിംഗ് ഡോർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂടാതെ ദേ ആ ഭാഗത്ത് പ്ലീറ്റഡ് കർട്ടൻസ് വൈറ്റ് കളറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ദേ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് GIയിൽ റെയിലിംഗ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സും ഇതുപോലെ ഒരു പക്ഷി കൂടൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാനും. ശേഷം നമുക്ക് ദേ ഇനി നമ്മുടെ വാശേരിയെ നോക്കല്ലേ. വളരെ സിമ്പിൾ ആയിട്ടാണെങ്കിലും ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ തന്നെയാണ് കേട്ടോ സെറ്റിംഗ്സ്. മുകളിലായിട്ട് ഇതുപോലെ ഒരു കുഞ്ഞു ഗ്രീനറി സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ അതേ സ്ക്വയറിലാണ് നമ്മുടെ മിറർ കൊടുത്തിട്ടുള്ളത്. അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ മുകളിലാണ് കേട്ടോ ലൈറ്റ്സ് വരുന്നത്. ഇനി ഇവിടെ ദേ നമ്മുടെ ബേസിന്റെ ടോപ്പിലായിട്ട് നോക്കുകയാണെങ്കിൽ ഗ്രാനൈറ്റ് ആണ് വരുന്നത്. അവിടെ ദേ നല്ല വലിയ വൈറ്റ് കളർ വാഷ് ബേസിൻ ആണ് കേട്ടോ. താഴെയായിട്ട് ഇതുപോലെ സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. ഇവിടെ സീലിംഗിലായിട്ട് വളരെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ ഉള്ളത്. നടുക്കായിട്ട് നല്ല ഭംഗിയിൽ വരുന്ന ഒരു ഹാങ്ങിങ് ലൈറ്റും. ഇനിയിപ്പോ നമ്മളിത് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് തന്നെ നമ്മുടെ സ്റ്റെയർ വരുന്നുണ്ട്. കൂടാതെ ദേ 2 ബെഡ്റൂം താഴെയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ ദേ ഹോളിലെ കോമൺ ബാത്റൂമും കാണാം. ഇവിടെ ഫോയറിലെ സീലിംഗിലായിട്ടും ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 ഹാങ്ങിങ് ലൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ദേ ഇവിടെ നേരെ കാണുന്ന വോളിലായിട്ട് ഇതുപോലെ ഒരു ഷോക്കേസും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ വീട് ഇത്രയും ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ളത് നഷ്മൽ അസോസിയേറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ അവരുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മളിത് ഇനി ഹോളിലെ കോമൺ ബാത്റൂം ആണ് കേട്ടോ നോക്കുന്നത്. 190-180 സൈസിൽ വരുന്ന ഈ ഒരു ബാത്റൂമിലായിട്ട് ഒരു ലൈറ്റ് ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ദേ വാശേരിയ യൂണിറ്റും വരുന്നുണ്ട്. ഇനിയിപ്പോ നമ്മളിത് ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം ആണ് നോക്കാൻ വേണ്ടിയിട്ട് പോണത്. 300-360 സൈസിൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്ത ഒരു ബെഡ്റൂം ആണ് കേട്ടോ ഇത്. ഇവിടെ ദാ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വുഡിന്റെ റെഡിമെയ്ഡ് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോട്ടിന്റെ ബാക്ക് വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതേ 2 വശത്തെ വോളിലായിട്ടും സീബ്ര ബ്ലൈൻഡ്സ് ആണ് കേട്ടോ വിൻഡോസിന് കർട്ടൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ വൈറ്റ് കളറിൽ നല്ല ഭംഗിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് കേട്ടോ ഇത് വരുന്നത്. ഇതേ സൈഡിലായിട്ട് തന്നെ മിററും ഡ്രോയറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ നമ്മുടെ ഈ റൂമിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അത് വന്നിട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം 160-250 സൈസിലാണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയിലാണ് കേട്ടോ ടൈലൊക്കെ കൊടുത്തിട്ടുള്ളത്. ഒരു കുഞ്ഞു വാശേരിയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മളിത് ഇനി നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ആണ് കേട്ടോ നോക്കുന്നത്. ഇത് വന്നിട്ട് 330-360 സൈസിലാണ് കേട്ടോ വരുന്നത്. ഇവിടെ അതേ നല്ല ഭംഗിയിൽ തന്നെ ഒരു വുഡിന്റെ റെഡിമെയ്ഡ് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ 2 വശത്ത് വരുന്ന വോളിലെ വിൻഡോസിലായിട്ടും സീബ്ര ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ദാ ഈ ഒരു ബാക്ക് വോളിലായിട്ട് നല്ല ഭംഗിയിൽ വരുന്ന ഒരു വോൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കോട്ടിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇതുപോലെ അതേ വാർഡ്രോബും സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വൈറ്റ് കളറിൽ നല്ല ഫിനിഷിങ്ങിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. തൊട്ടടുത്തായിട്ട് ഇതുപോലെ ദേ കുഞ്ഞു സ്റ്റോറേജും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു റൂമിലായിട്ടും അറ്റാച്ച്ഡ് ബാത്റൂം കാണാവേ. ഏകദേശം 160-250 സൈസിലാണ് കേട്ടോ ഈ ബാത്റൂം വന്നിട്ടുള്ളത്. ഇവിടെ ദാ ഈ ഒരു ഭാഗത്തായിട്ട് വാശേരിന്റെ യൂണിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ ടൈലും വിരിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ മുകളിലത്തെ വിശേഷങ്ങൾ നോക്കിയാലോ. ഇവിടെ സ്റ്റെയറിന്റെ ഫ്ലോറിലായിട്ട് നോക്കുകയാണെങ്കിൽ മാർബിൾ തന്നെയാണ് കേട്ടോ വരുന്നത്. ഹാൻഡ് റെയിലിംഗ് വന്നിട്ട് GIയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമ്മുടെ സ്റ്റെയറിന്റെ താഴെയായിട്ട് നോക്കുകയാണെങ്കിൽ ഇതേ ഇതുപോലെ സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മളിതേ ഇനി മുകളിലേക്ക് കയറുമ്പോൾ ഇവിടെ ദേ വോളിലായിട്ട് 2 കുഞ്ഞു നിഷ് ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുള്ളിലായിട്ട് ഇതുപോലെ പ്ലാന്റ്സും ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തതുകൊണ്ട് സിംപ്ലി സൂപ്പർബ് ആയിട്ടുണ്ട്. ഇവിടാണ് കേട്ടോ നമ്മുടെ കിച്ചൺ വരുന്നത്. അതെന്തായാലും അവിടെ നിൽക്കട്ടെ. അങ്ങനെ ദേ നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ ഇവിടെ സ്റ്റെയർ ഏരിയയിലായിട്ട് ഒരു ഹെൽത്തി പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ വെന്റിലേഷന് വേണ്ടിയിട്ട് ഇവിടെ ദേ വോളിലായിട്ട് ഒരു വിൻഡോയും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ദേ നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ഒരു പാസേജ് ആണ് കേട്ടോ വരുന്നത്. ഈ ഭാഗത്ത് ദേ വോളിൽ കാണുന്ന ഒരു പരഗോള ഗ്ലാസ് ഡിസൈൻ ഒക്കെ ഇല്ലേ, നമ്മൾ പുറത്തുനിന്ന് എക്സ്റ്റീരിയറിൽ മുകളിലായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ഡിസൈൻസ് ആണ് കേട്ടോ ഇത്. ഇവിടെ ഫ്ലോറിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ വൈറ്റ് കളർ ടൈലാണ് കേട്ടോ വരുന്നത്. ഈ ഭാഗത്ത് ദേ വോളിലായിട്ട് ഒരു ഓപ്പൺ ഷോക്കേസ് വരുന്നുണ്ട്. അവിടെ ആയിട്ട് തന്നെ ദേ ഒരു ബെഡ്റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ടോട്ടല് 3 ബെഡ്റൂം ആണ് കേട്ടോ. ഇനി ദേ ഇവിടെ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റ്സ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്.
ശേഷം നമ്മളിതേ നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഏകദേശം 330-360 സൈസിലാണ് കേട്ടോ ഈ ബെഡ്റൂം വന്നിട്ടുള്ളത്. ഇവിടെ ദേ വുഡിന്റെ ഒരു റെഡിമെയ്ഡ് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വിൻഡോസിലായിട്ടൊന്നും കർട്ടൻസ് കൊടുത്തിട്ടില്ല കേട്ടോ. ഇവിടെ വോളിലായിട്ട് ഒരു വോൾ ലൈറ്റ്സ് കാണാം. താഴെ കണ്ട ഒരു സെയിം രീതിക്കൊക്കെ വരുന്ന വാർഡ്രോബ് തന്നെയാണ് കേട്ടോ ഇവിടെ ആയിട്ടും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ ദേ ഈ റൂമിലായിട്ടും ബാത്റൂം വരുന്നുണ്ട്. ആ ബാത്റൂം വന്നിട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം 160-250 സൈസിലാണ് കേട്ടോ വരുന്നത്. നല്ല സൗകര്യമുണ്ട്. കൂടാതെ ദേ ഒരു വശത്തായിട്ട് വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ബാത്റൂമാണ് കേട്ടാ. ഇനിയിപ്പോ നമ്മളിതേ ഇവിടുന്ന് താഴേക്ക് പോവാണ്. നമ്മുടെ കിച്ചൺ നോക്കണ്ട നമുക്ക്. അപ്പൊ നമ്മളിതേ നമ്മുടെ കിച്ചണിലേക്ക് വരുമ്പോൾ കിച്ചണിന്റെ ഡോർ വന്നിട്ട് ഇതാ വുഡിൽ ഇതുപോലെ ഗ്ലാസിന്റെ ഡിസൈൻ വരുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡോറാണ് കേട്ടോ. 565-330 സൈസിൽ വർക്ക് ഏരിയ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തൊരു കിച്ചൺ തന്നെയാണ് കേട്ടോ ഇത്. നമ്മൾ കയറി വരുമ്പോഴന്നെ ദേ ഈ ഒരു കോർണറിലായിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടുന്ന് ദേ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് ഒരു കുഞ്ഞു ഡൈനിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്ത് തന്നെ അല്ലേ വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്രോക്കറി യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മളിത് അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ആയിട്ട് നീളത്തിൽ ഒരു റാക്ക് വരുന്നുണ്ട്. റാക്കിന് ബേസിലായിട്ട് നോക്കുകയാണെങ്കിൽ ഗ്രാനൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു റാക്കിലായിട്ടാണ് ഓവൻ സ്പേസും ഈസി കുക്കും മിക്സിയും ഒക്കെ വരുന്നത്. ഇവിടെ ആയിട്ട് തന്നെ ദേ നല്ല സ്പീഷ്യസ് ആയിട്ട് തന്നെ ഒരു സിങ്കും വരുന്നുണ്ട്. അവിടെ ദേ വോളിൽ 2 വശത്തായിട്ടും വെന്റിലേഷന് വേണ്ടിയിട്ട് ഇതുപോലെ ഡബിൾ ഡോർ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് ഇതാ നല്ല ഭംഗിയിലായിട്ടോ ക്യാബിൻസ് ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അവിടുന്ന് നമ്മളിതേ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു സ്പേസ് കൊടുത്തിട്ടാണ്. അവിടെ തന്നെ നമ്മുടെ ഗ്യാസ് സിലിണ്ടർ വെക്കാൻ വേണ്ടിയിട്ട് താഴെ ഇതുപോലെ സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതേ നമ്മുടെ വർക്ക് ഏരിയൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് കേട്ടോ നമ്മുടെ അടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. താഴെയായിട്ട് വിറക് വെക്കാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ ദേ വെന്റിലേഷന് വേണ്ടിയിട്ട് വിൻഡോസ് വരുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിൽ ഒരു ഓപ്പൺ ഷോക്കേസും ചെയ്തിട്ടുണ്ട്. അവിടുന്ന് നമ്മളിതേ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ദേ നീളത്തിൽ ഒരു കുഞ്ഞു റാക്ക് കൊടുത്തിട്ടുണ്ട്. റാക്കിന് ബേസിലായിട്ടും ഗ്രാനൈറ്റ് ആണ്. അവിടെ ആയിട്ട് ദേ ഒരു സിങ്ക് വരുന്നുണ്ട്. താഴെയായിട്ട് ഇതുപോലെ ക്യാബിൻസും സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജിന് അത്യാവശ്യം പ്രാധാന്യം കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ കിച്ചൺ ചെയ്തിട്ടുള്ളത്. ഇവിടെ ദേ മുകളിലായിട്ടും ഓപ്പൺ സ്റ്റോറേജ് വരുന്നുണ്ട്. അപ്പോൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ ഈ വീട് മൊത്തത്തിൽ ഡിസൈൻ ചെയ്ത് നമ്മുടെ നെഷ്മൽ അസോസിയേറ്റ്സിനെ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾ ആരും മറക്കണ്ട കേട്ടോ. ഇനിയിപ്പോൾ ദേ ഈ കിച്ചണിലായിട്ട് ഒരു സ്റ്റോർ റൂമും വരുന്നുണ്ട്. ഏകദേശം 120-180 സൈസിൽ സ്റ്റോറേജിന് നല്ല പ്രാധാന്യം കൊടുത്ത് ചെയ്ത ഒരു സ്റ്റോർ റൂം തന്നെയാണ് കേട്ടോ ഇത്. അപ്പൊ എങ്ങനെയാ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായോ? പിന്നെ നമ്മുടെ ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോർ വന്നിട്ട് ആകെ മൊത്തം 1231 സ്ക്വയർ ഫീറ്റ് ആണ് കേട്ടോ വരുന്നത്. കൂടാതെ നമ്മുടെ ഈ വീട് ഇത്രയും അടിപൊളിയായിട്ട് പണി കഴിപ്പിക്കാനായിട്ടുള്ളത് ഏകദേശം 35 ലക്ഷം രൂപയാണ് കേട്ടോ. അപ്പൊ ഈ വീടിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേന്നൊക്കെ പറയാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലോ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.